ഒഡീഷ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കടുവകളുള്ള റിസർവാണ് സിമിലിപാൽ ടൈഗർ റിസർവ്. സിമുൽ മരത്തിൽ നിന്നാണ് സിമിലിപാലിന് ഈ പേര് ലഭിച്ചത്. ഒഡീഷയുടെ വടക്കേയറ്റത്ത് മയൂർഭഞ്ച് ജില്ലയിലാണ് സിമിലിപാൽ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. 1956 സിമിലിപാലിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചു. 1973 ദേശീയ സംരക്ഷണ പരിപാടിയായ പ്രോജക്റ്റ് ടൈഗർ എന്ന പേരിൽ ഉൾപ്പെടുത്തി. 1994 ജൂണിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഇതിനെ ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ചു. 2009 യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായി. മറ്റ് ടൈഗർ റിസർവുകളെ അപേക്ഷിച്ച് സിമിലിപാൽ ടൈഗർ റിസർവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരീരത്തിൽ ആകെ കറുപ്പ് വരകളുള്ള കടുവകളാണ്. കടുവകളുടെ തൊലിയിലുള്ള മെലാനിൻ എന്ന വർണ്ണത്തിൻ്റെ അഭാവം മൂലമാണ് ഇവയുടെ തൊലി നിറത്തിൽ വ്യത്യാസം വരുന്നത്. ഇവയ്ക്ക് ഉദാഹരണമാണ് വെള്ളക്കടുവകൾ. കടുവകൾക്ക് സഹജമായ നിറം നൽകുന്നതിന് സഹായിക്കുന്ന മെലാനിൻ എന്ന വർണ്ണത്തിന്റെ അഭാവം മൂലമാണ് വെള്ളക്കടുവകൾ ഉണ്ടാകുന്നത്. മധ്യപ്രദേശിലെ റിവാ നാട്ടുരാജ്യത്തിലെ രാജാവിന് നായാട്ടിനിടെ 9 മാസം പ്രായമുള്ള ഒരു വെള്ളക്കടുവയെ കിട്ടി. അദ്ദേഹം അതിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി. ഇവയ്ക്ക് ജനിച്ച കുഞ്ഞുങ്ങളെല്ലാം സാധാരണ നിറത്തിലുള്ള കടുവകളായിരുന്നു. ഈ കുട്ടികളെ വീണ്ടും വെള്ളക്കടുവയുമായി ഇണചേർത്തപ്പോൾ ജനിച്ച 4 കടുവക്കുട്ടികളും വെള്ളക്കടുവകളായിരുന്നു. വെള്ളക്കടുവകളുടെ വംശവർദ്ധനവിന് റിവാ രാജാവിൻ്റെ ഈ പരീക്ഷണമാണ് കാരണമായത്. ഇന്ന് ലോകത്തുള്ള വെള്ളക്കടുവകളെല്ലാം ഇതിൻ്റെ പിൻതലമുറക്കാരാണ്. ഓറഞ്ചിൽ വീതിയുള്ള കറുത്ത വരകളോട് കൂടിയ രോമകുപ്പായം അണിഞ്ഞ പ്രൗഢഗംഭീരമായ രൂപത്തെ കാണുന്ന ആരും ഭയപ്പെട്ടു പോകും. പൊതുവെ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് കടുവകൾക്കിഷ്ടം. വലിയ മാനായ മ്ലാവിനെ വേട്ടയാടുന്നവരാണ് ഇവർ. എന്നാൽ സുന്ദർബനിലെ കടുവകളാകട്ടെ മീനിനെ വേട്ടയാടി പിടിച്ചാണ് വിഷപ്പടക്കുന്നത്. പക്ഷികളെയും ചെറുസസ്തനികളെയുമൊക്കെയും ഇവർ പിടിച്ച് ശാപ്പിടാറുണ്ട്. ഇരകളെ ഓടിച്ചിട്ട് പിടിക്കാനാവാത്ത വിധത്തിൽ പ്രായമായാലോ മുറിവേറ്റാലോ മാത്രമേ കടുവ മനുഷ്യന് നേരെ തിരികെയുള്ളൂ. ഇരകളുടെ ദൗർലഭ്യവും വാസസ്ഥലത്തിൻ്റെ വിസ്തൃതി കുറഞ്ഞു വരുന്നതുമാണ് കടുവ കാടിറങ്ങുന്നത് കൂടാൻ കാരണം. രാത്രിയിലും സന്ധ്യാനേരത്തുമാണ് കടുവ ഇര തേടി ഇറങ്ങുക. 11 വർഷമാണ് ഒരു കടുവയുടെ ശരാശരി ആയുസ്. 3 വർഷം കൊണ്ട് ഇവ പ്രായപൂർത്തിയാകും. ഗർഭകാലം എന്ന് പറയുന്നത് 105 മുതൽ 113 ദിവസമാണ്. 3 വർഷത്തിലൊരിക്കലേ കടുവ പ്രസവിക്കൂ. കുഞ്ഞിന് 1.5 കിലോഗ്രാം വരെ തൂക്കം കാണും. ഒരു മുതിർന്ന ആൺകടുവയ്ക്ക് ശരാശരി 3.5 മീറ്റർ വരെ നീളവും 220 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും. പെൺകടുവകൾക്കാകട്ടെ 135 മുതൽ 195 കിലോഗ്രാം വരെയാണ് ഭാരം. നീളം 3 മീറ്ററും. വലിപ്പത്തിൽ വൻപന്മാർ സൈബീരിയൻ കടുവകളാണ്. ഇവയ്ക്ക് 4 മീറ്ററോളം നീളവും 400 കിലോഗ്രാമിലധികം ഭാരവുമുണ്ട്. കടുവ സംരക്ഷണത്തിനായി രൂപവൽക്കരിക്കപ്പെട്ട സ്വതന്ത്ര അന്തർദേശീയ സംഘടനയാണ് ഗ്ലോബൽ ടൈഗർ ഫോറം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്കാണ് കോർബറ്റ് നാഷണൽ പാർക്ക്. ഇന്ത്യയിൽ ജനിച്ച ഇംഗ്ലീഷുകാരനായ ജിം കോർബറ്റിൻ്റെ ഓർമ്മയ്ക്കാണ് ദേശീയോദ്യാനത്തിന് ഈ പേര് നൽകിയത്. 1936 രൂപീകരിച്ച ഈ ദേശീയോദ്യാനത്തിൻ്റെ ആദ്യ പേര് ഹെയ്ലി ദേശീയ പാർക്ക് എന്നായിരുന്നു. പാർക്കിന് രൂപം നൽകിയ സർ മാൽക്കം ഹെയ്ലിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പേര് നൽകിയത്. ഈ കാട്ടിലെ നരഭോജികളായ കടുവകളെ കൊന്നൊടുക്കിയ വേട്ടക്കാരനായ എസ്റ്റേറ്റ് ഉടമയായിരുന്നു ജിം കോർബറ്റ്. കാലക്രമേണ വന്യജീവി സംരക്ഷണത്തിനായി മാറിയ ജിം കോർബറ്റിൻ്റെ പേര് 1957 ഈ പാർക്കിന് നൽകുകയാണ് ഉണ്ടായത്. 1973 പ്രോജക്റ്റ് ടൈഗർ എന്ന കടുവ സംരക്ഷണ പദ്ധതി ഇവിടെ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രകൃതി വിഭവ സംരക്ഷണത്തിനായിട്ടുള്ള അന്താരാഷ്ട്ര സംഘടന 1969 ന്യൂഡൽഹിയിൽ സമ്മേളിച്ചപ്പോൾ ഇന്ത്യയിലെ കടുവ വർഗ്ഗങ്ങളെ നിലനിർത്താനും അഭിവൃദ്ധിപ്പെടുത്താനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഒരു പ്രമേയം വഴി കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചു. ഇതിൻ്റെ ഫലമായി രാജ്യത്താകമാനം കടുവ വേട്ട നിരോധിച്ചുകൊണ്ടുള്ള നിയമം പ്രാബല്യത്തിൽ വന്നു. തുടർന്ന് 1973 ഏപ്രിൽ 1 ഉത്തർപ്രദേശിലെ നൈനിറ്റാൽ ജില്ലയിലുള്ള കോർബറ്റ് നാഷണൽ പാർക്കിൽ വെച്ച് കടുവ സംരക്ഷണ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കടുവകളുടെ തോലും നഖങ്ങളും എടുക്കുന്നതിനായി കടുവകളെ വേട്ടയാടപ്പെടുന്നുണ്ട്. ഇതു കാരണം ഒത്തിരി കടുവകൾക്ക് വംശനാശം സംഭവിച്ചു. ഇവയ്ക്ക് ഉദാഹരണമാണ് ബാലി കടുവകൾ, കാസ്പിയൻ കടുവകൾ, ജാവൻ കടുവകൾ. ബാലി കടുവകൾ 1937 കൂടിയും കാസ്പിയൻ കടുവകൾ 1970 കൂടിയും ജാവൻ കടുവകൾ 1980 കൂടിയുമാണ് വംശനാശം വന്നത്. ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സങ്കേതം. 2011 ജൂൺ 15 ആന്ധ്രയിൽ പുതിയൊരു ടൈഗർ റിസർവ് കൂടി നിലവിൽ വന്നു.
ഒരു കാട്ടിലുള്ള കടുവകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ കടുവകളെ കാണേണ്ട കാര്യമില്ല. അവയുടെ മണ്ണിൽ പതിഞ്ഞ പാദമുദ്രയാണ് ഇതിന് ഉപയോഗപ്പെടുത്തുക. എല്ലാ കടുവകളുടെയും പാദമുദ്രകൾ ഒരുപോലെയല്ല. ഒന്നിന് മറ്റൊന്നിൽ നിന്നും ചില്ലറ വ്യത്യാസമുണ്ടാകും. നീളം, വീതി, വിരലടയാളം, പിൻഭാഗത്ത് കാണുന്ന 2 ചുളിവുകളുടെ മുന്നോട്ടുള്ള ദിശയിലുള്ള വ്യത്യാസം ഇവയെല്ലാമാണ് ഒരു കടുവയുടെ പാദമുദ്ര. കാട് മുഴുവൻ സഞ്ചരിച്ച് പാദമുദ്രയിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കിയൊഴിച്ച് പ്ലാസ്റ്റർ കാസ്റ്റ് എടുക്കുകയാണ് ആദ്യം ചെയ്യുക. പാദമുദ്ര നോക്കി കടുവ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാം. പാദമുദ്ര സമചതുരമാണെങ്കിൽ ആണും ദീർഘചതുരമാണെങ്കിൽ പെണ്ണോ ആയിരിക്കും. ആധുനിക ക്യാമറകൾ കടുവകളുടെ വഴിത്താരകളിൽ സ്ഥാപിച്ച് ചിത്രീകരിച്ചും ഇന്ന് കടുവ കണക്കെടുക്കുന്നു. ഒഡീഷയിലെ സിമിലിപാൽ ടൈഗർ റിസർവിൽ 96 ഇനം ഓർക്കിഡുകൾ കാണപ്പെടുന്നു. അതുപോലെ 304 ഇനം പക്ഷികളും 20 ഇനം ഉഭയജീവികളും 62 ഇനം ഉരഗങ്ങളും ഇവ കൂടാതെ ആനകളും കടുവകളും ഉൾപ്പെടെ നിരവധി വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണിവിടെ. സാൽമരമാണ് ഇവിടുത്തെ പ്രധാന വൃക്ഷയിനം.